നൽകുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഖത്തർ അമീർ അതിന് മുന്നിട്ടിറങ്ങുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഒമാൻ സുൽത്താൻ ഖൈതം ബിൻ താരിഖ് എന്നിവരുമായി അദ്ദേഹം നേരിട്ട് ചർച്ച നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ വഴിയും അമീർ സംസാരിച്ചിരിക്കുന്നു. മേഖലയിലെ സമാധാനവും ഊർജ്ജ മേഖലയിലെ സുരക്ഷയും രാഷ്ട്ര നേതാക്കൾ ചർച്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. അബ്ബാസ്, മേഖലയിലെ സംഘർഷങ്ങൾക്കാകെ അറുതി വരുത്തുക എന്നുള്ള ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ, അതിന് വീണ്ടും ഖത്തർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായും ഒമാനുമായും ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റുമായും വരെ നേരിട്ട് ഖത്തർ അമീർ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പായി നമുക്കതിനെ കാണാം. ഏത് തരത്തിലുള്ളൊരു സമാധാനം കാക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഈ ശ്രമങ്ങൾക്കൊടുവിൽ? അബ്ബാസ്. മഹേഷ്, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കാൻ ഇല്ല എന്ന് നേരത്തെ തന്നെ ഖത്തർ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര കൂടിയാലോചനകളിൽ ഖത്തർ അമീർ വളരെ സജീവമായി തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഗൾഫ് മേഖലയെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്നതാണ്. കാരണം ലോകത്തുടനീളമുള്ള സംഘർഷ സ്ഥലങ്ങളിൽ ഖത്തർ അതിൻ്റെ നയതന്ത്ര മികവ് പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് നിലവിൽ ലോകത്തുടനീളമുള്ള രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ അമീർ തൻ്റെ കൂടിക്കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും അതുപോലെ തന്നെ ഒമാൻ സുൽത്താൻ ഖൈതം ബിൻ താരിഖുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. രണ്ടുപേരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇതോടൊപ്പം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം ഫോൺ വഴി സംസാരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ജിദ്ദയിലുണ്ടായിരുന്നു. ജിദ്ദ സൗദിയുടെ സന്ദർശനത്തിന് ശേഷം അവിടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഖത്തറിലെത്തി ദോഹയിൽ വെച്ച് ഖത്തർ അമീറുമായി സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും എസ്കലേഷനുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിയാണ് ഇരുവരും സംസാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മേഖലയിൽ നിലവിലൊരു വെടിനിർത്തലുണ്ട് എങ്കിലും ആ വെടിനിർത്തൽ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് വഴി തുറക്കുന്ന രീതിയിലേക്ക് അത് മുമ്പോട്ട് പോകണം എന്നുള്ള അർത്ഥത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ വളരെ വളരെ വലിയ രീതിയിൽ ഖത്തറിനെ അതിൻ്റെ ഊർജ്ജാവശ്യങ്ങൾക്ക് ഒരു ആശ്രയിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ പോലെ തന്നെ അവിടെ പാകിസ്ഥാന് വളരെ ഊർജ്ജ ലഭ്യത വളരെ കുറവുള്ള സാഹചര്യത്തിൽ കറാച്ചിയിലടക്കം വലിയ പ്രൊട്ടസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ എനർജിയുമായി ബന്ധപ്പെട്ട ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇരുവരുടെയും ടേബിളിലുണ്ടായിരുന്നു. ഇതോടൊപ്പം വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ നിലവിൽ ഈ സംഘർഷങ്ങൾക്കിടയിൽ ഒരു മധ്യവർത്തി രാഷ്ട്രമായി ഒരു മീഡിയേറ്ററായി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. ഗൾഫ് ഡിപ്ലോമസിയിൽ ഗൾഫിലെ നയതന്ത്രത്തിൽ പാകിസ്ഥാൻ അതിൻ്റെ ഒരു സ്ഥാനം കുറെ കൂടി പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഖത്തറുമായും UAEയുമായും അതുപോലെ സൗദിയുമായൊക്കെ വളരെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ്റെ നിലവിൽ ഇറാനിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ആസിം മുനീർ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിന് സമാന്തരമായാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ GCC രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം എന്നതുകൂടി നമ്മൾ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അഥവാ ഈ മധ്യേഷ്യയിലെ പ്രത്യേകിച്ചും GCC രാഷ്ട്രങ്ങളുടെ പൊളിറ്റിക്സിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥം കൂടി ഇതിനുണ്ട്. പ്രത്യേകിച്ചും ഒരു മുസ്ലിം രാഷ്ട്രമെന്ന ഇസ്ലാമിക രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ സൈനികമായി മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാണ്. ഇതോടൊപ്പം തന്നെ യുഎസിനും ഇറാനും ഇടയിലുള്ള മധ്യവർത്തി എന്നുള്ളതിൽ മീഡിയേറ്റർ എന്നുള്ള നിലയിലുള്ള സംഭാഷണവും ആ രാജ്യത്താണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഒമാൻ ഭരണാധികാരി ഖൈതം ബിൻ താരിഖുമായും ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനും വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ മാസം അവസാനത്തിൽ GCCയിലെ രാഷ്ട്രങ്ങൾ അഥവാ UAEയിലും അതുപോലെ സൗദി അറേബ്യയിലും അവിടുത്തെ രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അതോടൊപ്പം തന്നെ UAE പ്രസിഡന്റുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിലും എസ്കലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ ആ സമയത്ത് ഒമാനിൽ പോയിരുന്നില്ല. ഒമാനിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഒമാനിൽ പോയിട്ട് ഒമാൻ സുൽത്താനുമായിട്ട് സംസാരിക്കുന്നത്. ഈ ഒമാനുമായിട്ട് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട
കാര്യം ഈ ഹോർമുസ് കടലെടുപ്പിൻ്റെ ഒരു അതിർത്തി പങ്കിടുന്ന രാജ്യം ഒമാനാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ ഈ ഒരു ഇതോടൊപ്പം തന്നെ ഒമാൻ നേരത്തെ ഇറാനും അതുപോലെ US-നും ഇടയിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച രാഷ്ട്രം കൂടിയാണ്. ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ഖത്തറും ഒരു മീഡിയേറ്ററാണ്, അതുപോലെ തന്നെ ഒമാനും ഒരു മീഡിയേറ്ററാണ്. ഈ രണ്ട് മീഡിയേറ്റർമാർ എന്നുള്ള നിലയ്ക്ക് ഗൾഫ് ഡിപ്ലോമസിയിൽ ഗൾഫിലെ നയതന്ത്രത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മഹേഷ്, യെസ്, അതാണ് പശ്ചിമേഷ്യയിൽ ആകെ സമാധാനത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഖത്തർ അമീർ. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ചർച്ചകളാണ് അബ്ബാസ് മുഹമ്മദ് വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നത്.